ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഈ ഒരു ചോദ്യമായിരിക്കും നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ടെൻഷനും ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സൗത്ത് ഇന്ത്യൻസ് കോമൺ ആയിട്ട് ഇങ്ങനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 1. ഇത് എവിടെ നിന്ന് വന്ന ഒരു കൾച്ചറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പല ആൾക്കാരും നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് മൈസെൽഫ് റാം ഫ്രം ചെന്നൈ, അങ്ങനത്തെ ഒരു സംഭവമാണ്. സത്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയരുത്. നമ്മൾ പറയേണ്ടത് ഒന്നുകിൽ ഐ എം റാം ആൻഡ് ഐ എം ഫ്രം ചെന്നൈ എന്നോ, അല്ലെങ്കിൽ മൈ നെയിം ഇസ് റാം എന്നോ ആണ്. അപ്പോൾ പേര് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് ഐ എം റാം അല്ലെങ്കിൽ മൈ നെയിം ഇസ് റാം എന്നാണ്. ഒരിക്കലും മൈസെൽഫ് എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഒരു മിസ്റ്റേക്ക്. നമ്പർ 2, ഗിവിങ് ടു മച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ. അതായത് ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ പോയിരുന്നിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള സകല ചരിത്രം പറയലാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഐ എം 27 years old, മൈ ഫാദർ ഈസ് എ ഫാമർ, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്, വി ആർ 4 members. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവൻ പറയണതാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്. നമ്മളോട് ഇൻ്റർവ്യൂ ബോർഡിലത്തെ ഒരാൾ നമ്മളുടെ കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാത്തിടത്തോളം ഇത്രയും കാര്യങ്ങളൊന്നും നമ്മളവിടെ പറയേണ്ടതായിട്ടില്ല. ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, നമ്മളൊരു ഫ്രഷർ ആണോ, നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് റോൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡാറ്റയൊക്കെ ചോദിച്ചാൽ മാത്രം പറയേണ്ടതാണ്. അതല്ലെങ്കിൽ അതൊരു കല്ലുകടിയായിട്ട് മാറും. തേർഡ് മിസ്റ്റേക്ക്, സ്പീക്കിംഗ് ലൈക്ക് എ സ്കൂൾ എസ്സേ. ചില സമയത്ത് ആൾക്കാർ അവനവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാര്യമായിട്ട് കഥാപ്രസംഗമൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എസ്സേയിൽ ഭാവനയിലൊക്കെ എഴുതുന്നത് പോലത്തെ കുറേ ഡയലോഗ്സ് പറയും. അപ്പം ഉദാഹരണത്തിന് നമ്മൾ എവിടെയാണ് ജനിച്ചു വളർന്നതെന്ന് ചോദിക്കുമ്പോൾ ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയാൻ നിൽക്കും. സത്യത്തിൽ നമ്മൾ ആകെ പറയേണ്ടത് ഐ ഗ്രൂ അപ്പ് ഇൻ ഡാഷ്. എവിടെയാണോ ജനിച്ചു വളർന്നത് അത് ഒറ്റയടിക്ക് പറയാം. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കമ്മിങ് ടു മൈ എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് വലിയ ബിൽഡപ്പ് കൊടുത്തിട്ടുള്ള വരികളൊക്കെ പറയാൻ പറ്റും. സത്യത്തിൽ നമ്മൾ ആകെ പറയുന്നത് ഐ കംപ്ലീറ്റഡ് മൈ ഡിഗ്രി ഇൻ ഡാഷ്. എന്തിലാണോ നമ്മൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് അത് മാത്രം പറഞ്ഞാൽ മതി. എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും കമ്മിങ് ടു മൈ എക്സ്പീരിയൻസ് എന്നൊന്നും പറഞ്ഞിട്ട് കഥ പറയാൻ നിൽക്കരുത്. നമ്മൾ ആകെ പറയേണ്ടത് ഐ ഹവ് ഓവർ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡാഷ്. നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്തായിട്ടാണോ ഉള്ളത് അത് ഡയറക്റ്റ് ഒരു വരിയായിട്ട് പറയാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലീൻ ഇമേജ് ആണ് നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ബോർഡിന് ഉണ്ടാവാൻ പോകുന്നത്. നമ്പർ 4, മാതൃഭാഷയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വരികൾ പറയാം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എന്ന് പറയണതെന്ന് ചില ആൾക്കാർ ബേസിക്കലി ഐ എം ബിലോങ്ങിങ് ടു തിരുവനന്തപുരം എന്നൊക്കെ പറയാൻ നിൽക്കും. സത്യത്തിൽ നമ്മൾ ആകെ പറയേണ്ടത് ഐ എം ഫ്രം തിരുവനന്തപുരം അല്ലെങ്കിൽ ഐ എം ഫ്രം ട്രിവാൻഡ്രം എന്ന് മാത്രമാണ്. അപ്പം ഇതുപോലെ മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസിലുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മൾ പറയും. അപ്പം അതും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. 5ാമത്തെ മിസ്റ്റേക്ക്, സ്റ്റാർട്ടിങ് ടു കാഷ്വലി. എന്ന് വെച്ചാൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഹായ് ഗൈസ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ ആൻഡ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരിക്കാം. ഇതൊക്കെ ഭയങ്കര കാഷ്വൽ വേ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കൊരു അവസരം കിട്ടുകയാണല്ലോ നമ്മളെ കുറിച്ചിട്ട് പറയാനൊക്കെ വേണ്ടിയിട്ട്. സോ നമ്മൾ പറയേണ്ടത് ഗുഡ് മോർണിംഗ്, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി, ഗുഡ് ആഫ്റ്റർനൂൺ, ഇറ്റ്സ് എ പ്ലഷർ ടു ബി ഹിയർ. ഇങ്ങനെയൊക്കെ വേണം നമ്മളെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഭയങ്കര കാഷ്വലായിട്ട് ഹായ് ഗൈസ് എന്നൊന്നും പോയിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കരുത്. 6th മിസ്റ്റേക്ക്, ഭയങ്കര നെർവസ് ആകുന്നതിനെ കൊണ്ട് വളരെ സ്പീഡിൽ സംസാരിക്കുക. ഇതാണ് 6ാമത്തെ മിസ്റ്റേക്ക്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇത് ആരുടെയും കുറ്റമല്ല, നമുക്ക് ആ സമയത്ത് പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യാനായിട്ട് മറന്നു പോകും. അപ്പോൾ ഇതൊക്കെ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ഭയങ്കര നെർവസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു ഇമേജാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഉണ്ടാക്കുക. ഒരു പരിധി വരെയുള്ള നെർവസ്നെസ് ഒക്കെ എല്ലാവരും എടുക്കും, പക്ഷെ വല്ലാണ്ട് കൂടിപ്പോയാൽ അതൊരു പ്രശ്നമായിരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇതുപോലെ സ്പീഡിൽ പറയുമ്പോൾ നമ്മൾ ഗ്രാമറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് സെൻറ്റൻസുകൾ മൊത്തത്തിൽ നാശാക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. സ്ലോ ആയിട്ട് സംസാരിക്കുന്നതാണ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ലക്ഷണം. 7ാമത്തെ മിസ്റ്റേക്ക്, നോട്ട് സ്ട്രക്ചറിങ് ദ ഇൻട്രൊഡക്ഷൻ. ഇത് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ വരുത്താൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണിത്. ഇതിലെന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയും, പിന്നെ വേഗം ഹോബിയിലേക്ക് പോകും, അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകും, വീണ്ടും എക്സ്പീരിയൻസിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൊട്ട് മൊത്തത്തിൽ ഇങ്ങനെ കറക്കി കുത്തി പറയുന്ന സമയത്ത്
കേട്ടോണ്ടിരിക്കുന്ന ആളിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്റർവ്യൂ ബോർഡിന് നമ്മളെ കുറിച്ചിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും സ്ട്രക്ചേർഡ് ആയിട്ട് വേണം നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം നമ്മളെ പറ്റി പറയുന്നു, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നു, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ ഫ്രഷർ ആണോ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, അതേപോലെ തന്നെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് പറയണം. 8ാമത്തെ തെറ്റ്, ഇത് പൊതുവെ ആൾക്കാർ അറിഞ്ഞിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അല്ല, പക്ഷെ ഇങ്ങനൊരു അബദ്ധം ഉണ്ട് നമുക്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഫോക്കസിങ് ഓൺലി ഓൺ പാസ്റ്റ് നോട്ട് പ്രസന്റ്. പണ്ടെന്താ നമ്മൾ ചെയ്തതെന്നൊക്കെ പറയും, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ അവരോട് പറയില്ല. ഉദാഹരണത്തിന് ഐ കംപ്ലീറ്റഡ് BCom in 2018 ഇതൊക്കെ നമ്മൾ പറയും. 2018 നമ്മൾ ഇത് ചെയ്തു എന്നൊക്കെ പറയും, പക്ഷെ വാട്ട് ആർ യു ഡൂയിങ് നൗ ഈ ഒരു കാര്യം പറയില്ല. അപ്പം എപ്പോഴും നമ്മൾ ഒരു ബോർഡിന് മുമ്പിൽ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കറണ്ട് റോൾസ്, കറണ്ട് ഗോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം. 9ാമത്തെ മിസ്റ്റേക്ക്, യൂസിങ് വീക്ക് വേർഡ്സ്. എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ സില്ലി ആയിട്ടുള്ള സെന്റൻസുകൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ എം ജസ്റ്റ് എ ഫ്രഷർ, ഞാൻ ജസ്റ്റ് ഒരു ഫ്രഷറാണ്, അങ്ങനെയൊക്കെ പറയാം. സത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഐ എം എ റീസെന്റ് ഗ്രാജുവേറ്റ്, ഈഗർ ടു സ്റ്റാർട്ട് മൈ കരിയർ ഇൻ ഡാഷ്, അങ്ങനെയൊക്കെ സംസാരിക്കണം. അതേപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ പറയും. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതൊക്കെ ഒരു ഭയങ്കര നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഭയങ്കര വീക്കായിട്ടുള്ള വാക്കുകളാണ്. പകരം നമ്മൾ എങ്ങനെ പറയണം? ഐ എം ലുക്കിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ മൈ സ്കിൽസ് ഇൻ ഡാഷ്, അങ്ങനെ നല്ല ബിൽഡപ്പ് ഉള്ള സെന്റൻസുകൾ പറയണം. അതത്ര ഭീകര ബിൽഡപ്പ് ഉള്ള സെന്റൻസുകളല്ല, പക്ഷെ നെഗറ്റീവ് അല്ല. നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ചിട്ട് നെഗറ്റീവ് ആകുന്ന രീതിയിൽ സംസാരിക്കരുത്. 10ാമത്തെ മിസ്റ്റേക്ക്, നോട്ട് എൻഡിങ് സ്ട്രോങ്ലി. അതായത് ഇപ്പം ചില ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം അവസാനത്തെ വരിയായിട്ട് അവർ പറയാം ദാറ്റ്സ് ഇറ്റ് എന്നൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഒരു സിനിമയോ അങ്ങനത്തെ ഒരു സിനിമയുടെ ഉള്ളിലുള്ളൊരു പ്രസൻറ്റേഷനൊന്നും അല്ല. നമ്മളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ വരികളൊന്നും പറഞ്ഞിട്ട് നിർത്തരുത്. നേരെ മറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ദാറ്റ്സ് എ ബ്രീഫ് ഓവർവ്യൂ അബൌട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗോൾ എന്താണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നിർത്താം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു കോൺട്രിബ്യൂട്ടിങ് ടു യുവർ ടീം, ആ രീതിയിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു നിർത്താം. അതല്ലാതെ ഒരിക്കലും നമ്മൾ ദാറ്റ്സ് ഇറ്റ് എന്നൊന്നും പറഞ്ഞിട്ട് നിർത്തിയേക്കരുത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ചധികം മിസ്റ്റേക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഒരാളെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, 1 നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിനെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 നമ്മുടെ കറണ്ട് റോൾ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. 3 നമ്മുടെ എക്സ്പീരിയൻസും സ്കിൽസും എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. 4 നമ്മുടെ കരിയർ ഗോൾ എന്താണെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനവിടെ ചെന്നു എന്നുള്ളത് പറയുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ പാറ്റേണിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളൊക്കെ കരുതി വെച്ച് വളരെ ഭംഗിയായിട്ടും സിമ്പിളായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പറ്റട്ടെ. നമ്മൾ എന്തായാലും ഒരു സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ അതൊക്കെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ടു മച്ച് ആവും. അതുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം പേഷ്യൻസോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സദ്യയുടെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.